ഈ വിവാദത്തിൽ ഹൈക്കോടതി നടത്തിയത് ഗുരുതരമായ കണ്ടെത്തലുകളാണ്. വിജിലൻസ് റിപ്പോർട്ട് പഠിച്ചതിനു ശേഷം പുറപ്പെടുവിച്ച ഉത്തരവിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം മോഷ്ടിക്കപ്പെട്ടു എന്ന സംശയമുണ്ടെന്ന് കോടതി പറയുന്നു. കൊണ്ടുപോയ സ്വർണത്തിലും അതേപോലെ തിരികെ കൊണ്ടുവന്നതിലും വ്യത്യാസമുണ്ടോ എന്നും കോടതിക്ക് സംശയമുണ്ട്. 3 ദശാബ്ദക്കാലത്തെ മുഴുവൻ നടപടികളും വിശദമായി പരിശോധിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. നമ്മുടെ ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന എനിക്കൊപ്പം ചേരുന്നുണ്ട് തത്സമയം. ഷപ്നയോട് ചോദിക്കാം, എങ്ങനെയാണ് കോടതി നിരീക്ഷണങ്ങളെന്ന്. ഷപ്ന, ഗുഡ് മോർണിംഗ്. ഇന്നലെ വരെ ഇന്നലെ അല്ലെങ്കിൽ ഇന്നലേക്ക് തലേ ദിവസം വരെ ഇതൊരു വിവാദമായ വിഷയമായിരുന്നു. ശബരിമല സ്വർണ്ണപ്പാളി ഒരു വിവാദ വിഷയമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ അതിൻ്റെ ഒരു സ്റ്റേറ്റസ് അങ്ങനെയല്ല. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കോടതിയിലെത്തുകയും കോടതി ഒരു സ്വർണ്ണക്കൊള്ളയാണ് എന്ന് പോലും വിലയിരുത്തിയ ഒരു സംഭവമായി അത് മാറിയിട്ടുണ്ട്. കോടതി ഈ വിഷയത്തിൽ കാണുന്ന ദുരൂഹതകൾ എന്തൊക്കെയാണ് ഷപ്ന? സേതു, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ആദ്യം തന്നെ കോടതി ഇതിൽ അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിരുന്നു. കോടതി സ്വമേധയാ സ്വീകരിച്ച ഒരു ഹർജിയാണ് കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. സ്വർണ്ണപ്പാളിയിൽ ഈ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണം ഇളക്കി മാറ്റി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹർജിയാണ് ദേവസ്വം ബെഞ്ച് പരിഗണിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്താൻ കോടതി കഴിഞ്ഞ തവണ നിർദ്ദേശം നൽകിയിരുന്നത്. വിജിലൻസിൻ്റെ അന്വേഷണം, ശബരിമല വിജിലൻസിൻ്റെ അന്വേഷണം നടക്കട്ടെ എന്നും അതോടൊപ്പം തന്നെ ജസ്റ്റിസ് KT ശങ്കറിൻ്റെ നേതൃത്വത്തിൽ ഈ സ്വർണം അടക്കമുള്ള വസ്തുക്കളുടെ കണക്ക് രേഖപ്പെടുത്തട്ടെ എന്നും കോടതി കഴിഞ്ഞ തവണ വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ വിജിലൻസ് ഇതിൻ്റെ ഇടക്കാല റിപ്പോർട്ട് കോടതിക്ക് സമർപ്പിച്ചു. വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥൻ നേരിട്ടെത്തി കാര്യങ്ങൾ കോടതിയിൽ വിശദീകരിച്ചു. ഇതിനുശേഷം ഈ വിജിലൻസിൻ്റെ റിപ്പോർട്ട് ഡീറ്റെയിൽഡായി പഠിച്ചതിന് ശേഷമാണ് ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ദേവസ്വം ബെഞ്ച് പ്രത്യേക അന്വേഷണ സംഘം ഇത് അന്വേഷിക്കണം എന്ന നിർദ്ദേശം നൽകിയത്. സമഗ്രമായ അന്വേഷണം വേണം, ഗുരുതരമായ കുറ്റകൃത്യം നടന്നിരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ കോടതി കണ്ടെത്തുകയും ചെയ്തു. കോടതി വിജിലൻസിൻ്റെ റിപ്പോർട്ട് പരിശോധിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ 2019 ചെന്നൈയിലേക്ക് സ്വർണ്ണപ്പാളി കൊണ്ടുപോകുമ്പോഴുണ്ടായിരുന്ന തൂക്കമല്ല തിരിച്ചു കൊണ്ടുവരുമ്പോൾ എന്നാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത് ഈ സ്പോൺസർ മറച്ചു വിറ്റോ അതോ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ലാഭത്തിനായി ഏതെങ്കിലും തരത്തിൽ മോഷണം നടത്തിയോ, ഇതിലെന്തോ ഈ സ്വർണ്ണപ്പാളിയിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട് സ്വർണത്തിൻ്റെ ഭാരം കുറഞ്ഞതിൽ അതിൽ കൃത്യമായ കൃത്രിമം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മറച്ചു വിറ്റതടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ സംശയഭേദമന്യേ ഇത് വ്യക്തമാണ് എന്ന് കോടതി തന്നെ നിരീക്ഷിക്കുന്നു. മറ്റൊന്ന് കോടതി പറഞ്ഞത്, ഈ 98-99 കാലയളവിൽ സ്വർണം പൂശുമ്പോൾ ഈ സ്വർണത്തിൻ്റെ അളവ് 30 കിലോയായിരുന്നു. പിന്നീട് ഈ സ്വർണ്ണപ്പാളിക്ക് 1.5 കിലോ സ്വർണം ഉപയോഗിച്ചു. എന്നാൽ ഈ സ്വർണം പിന്നീട് സ്വർണം പൂശാനായി ഇത് ഇളക്കി മാറ്റി കൊണ്ടുപോയി തിരിച്ചെത്തിക്കുമ്പോൾ 394 ഗ്രാം മാത്രമായിരുന്നു സ്വർണത്തിൻ്റെ തൂക്കം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ഈ തൂക്കം കുറഞ്ഞത്, ഭാരം കുറഞ്ഞത് എങ്ങനെയെന്ന് വ്യക്തമായി പരിശോധിക്കണം. അതോടൊപ്പം തന്നെ മറ്റൊരു ഗുരുതരമായ പരാമർശം കോടതി ഉത്തരവിലുള്ളത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ഇമെയിലുമായി ബന്ധപ്പെട്ടാണ്. ഒരു ഇമെയിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം പ്രസിഡന്റിന് അക്കാലങ്ങളിൽ അയക്കുന്നുണ്ട്. അതിൽ പറയുന്നത്, ഈ സ്വർണം പൂശാൻ നൽകിയിട്ടുള്ള സ്വർണത്തിൽ കുറച്ച് ബാലൻസ് വന്നിരിക്കുന്നു, ഇത് പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കട്ടെ തുടങ്ങിയ കാര്യങ്ങൾ അഭിപ്രായം ചോദിച്ച് ഒരു മെയിൽ അയച്ചിരിക്കുന്നു. ഇത് ഗുരുതരമായ ഞെട്ടിക്കുന്ന കാര്യമാണെന്ന് കോടതി പറയുന്നു. കാരണം ബാലൻസ് വന്ന സ്വർണം എന്ത് ചെയ്യണം എന്ന അഭിപ്രായം ചോദിച്ച് മെയിൽ അയച്ചിരിക്കുന്നത് ഏതായാലും ഗുരുതരമായ ഞെട്ടിക്കുന്ന പ്രശ്നം തന്നെയാണ്. ഇതിൽ സമഗ്രമായ അന്വേഷണം നടത്തണം. കാരണം ഇത് വിശ്വാസികളെയും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ അടക്കം വഞ്ചിക്കുന്ന അല്ലെങ്കിൽ വലിയ വിശ്വാസവഞ്ചനയുടെ കാര്യമാണ്. അതിനാൽ ഇതിൽ പ്രത്യേക അന്വേഷണ സംഘം എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ഈ ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിൽ പങ്കുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം ദേവസ്വത്തിൻ്റെ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇതിൽ പങ്കാളികളായിരുന്നു. ഈ ഉദ്യോഗസ്ഥർ എന്തിനാണ് ചെമ്പുപാളി എന്ന് മഹസറിൽ രേഖപ്പെടുത്തിയത്, അതിൻ്റെ കാരണം എന്തായിരുന്നു, ഈ സ്വർണത്തിന് പകരം ചെമ്പുപാളി എന്ന് മഹസറിൽ രേഖപ്പെടുത്തിയതായി വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ കോടതി നിയോഗിച്ചത്. കാരണം ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഇതിൽ ഇപ്പം പ്രധാനപ്പെട്ട. ഷപ്ന പറഞ്ഞ പോലെ ഇപ്പോൾ 1999 സ്വർണം പൂശിയ ഒരു സാധനം പിന്നീട് അത് മഹസർ രേഖകളിൽ വരുമ്പോൾ അത് വീണ്ടും 2019 എടുക്കുമ്പോൾ വീണ്ടും ചെമ്പുപാളിയാണ്. അത് എങ്ങനെയാണ് അതെങ്ങനെ അവിടെ രേഖപ്പെടുത്തി, അതെന്താണ് അവിടെ നടന്നത് എന്ന കാര്യത്തിലാണ് വലിയൊരു വ്യക്തത വരേണ്ടത്. ഷപ്ന, അതേപോലെ മറ്റൊന്ന്, ഇപ്പോൾ ഇന്നലെ ഈ SIT രൂപീകരിച്ചിരുന്നല്ലോ ഹൈക്കോടതി. അപ്പം സർക്കാരിന് അന്വേഷണ സംഘത്തെ വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ വെള്ളിയാഴ്ച ഒരു തീരുമാനവും പറയണം. അപ്പോൾ ഇനിയിപ്പോൾ സർക്കാർ ഇതിലൊരു തീരുമാനം പറഞ്ഞതിന് ശേഷമായിരിക്കുമോ SIT അന്വേഷണം തുടങ്ങുക?
സേതു, കോടതി ഇന്നലെ നിർദ്ദേശിച്ചത് ADGP H. വെങ്കടേഷിൻ്റെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടത്തേണ്ടത്. അതോടൊപ്പം തന്നെ SP S. ശശിധരൻ ഇതിൽ അന്വേഷണം നടത്തണം, മേൽനോട്ടം ADGP നടത്തണം എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചില പോലീസ് സ്റ്റേഷനുകളിലെ പോലീസുകാരുടെ ഒരു ലിസ്റ്റും കോടതി തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇത്തരം ഉദ്യോഗസ്ഥരെ സർക്കാർ വിട്ടു നൽകാൻ തയ്യാറാണോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ കോടതി നിർദ്ദേശിച്ചു. വെള്ളിയാഴ്ച ഇതിൽ റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് സർക്കാരിനെ സംബന്ധിച്ച് ഇന്നലെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത് ഈ ഒരു പ്രത്യേക സംഘത്തിൻ്റെ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെയാണ്. സർക്കാർ ഈ അന്വേഷണത്തിന് എതിരല്ല, അത്തരത്തിൽ സ്വാഗതം ചെയ്യുകയാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥരെ വിട്ടുകൊടുക്കുന്നതിൽ മറ്റ് അതൃപ്തിയോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച ഈ ഹർജി വീണ്ടും പരിഗണിക്കുകയും കോടതി ഈ അന്വേഷണ സംഘത്തെ ഫിക്സ് ചെയ്യുകയുമായിരിക്കും. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണത്തിലേക്ക് കിടക്കുക. അതോടൊപ്പം തന്നെ വിജിലൻസ് ഇപ്പോൾ നടത്തുന്ന അന്വേഷണമുണ്ട്, അത് ഒരാഴ്ചക്കകം പൂർത്തീകരിക്കുമെന്ന് വിജിലൻസ് ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കോടതി ഇപ്പോൾ ഇന്നലെ വിജിലൻസിനോട് പറഞ്ഞിട്ടുള്ളത് ഈ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിക്കണം. ഈ പണ്ടുണ്ടായിരുന്ന ഈ ദ്വാരപാലക ശില്പങ്ങളുടെ അടക്കമുള്ള ചിത്രങ്ങളും ഇപ്പോഴുള്ള ചിത്രങ്ങളും ഏതെങ്കിലും തരത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ, രൂപമാറ്റം വന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കണം. അതോടൊപ്പം സ്ട്രോങ് റൂമിലുള്ള ഈ വസ്തുക്കളുടെ കണക്കുകൾ എടുക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ വിജിലൻസ് പൂർത്തിയാക്കണം. വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ ഈ SIT പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യണം എന്നാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതും 1 മാസത്തിനുള്ളിൽ ഈ SITയുടെ അന്വേഷണവും പൂർത്തീകരിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓക്കെ, ശരി. ഷപ്നയാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ വളരെ വിശദമായി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.